വെൽക്കം ബാക്ക് ദ റീറ്റെയിൽ സ്പാർക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ഒരു ബിസിനസ്സിൽ എങ്ങനെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ, ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് സെയിൽസ് വർദ്ധിപ്പിക്കാൻ എന്നൊന്നും നോക്കാം. 4 മാർഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മാർഗം ഫൈൻഡ് ന്യൂ കസ്റ്റമർ. പുതിയ കസ്റ്റമറെ കണ്ടെത്തി അവരിലേക്ക് കൂടുതലായിട്ട് പ്രൊഡക്റ്റുകൾ വിൽക്കാൻ ശ്രമിക്കുന്നതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തേത് അപ്സെല്ലിംഗ് ആൻഡ് ക്രോസ് സെല്ലിംഗ്. ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വരുന്ന കസ്റ്റമറിലേക്ക് അതിനേക്കായി വാല്യൂ കൂടിയ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം മറ്റു പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഒരു രീതിയാണ് അപ്സെല്ലിംഗ് ആൻഡ് ക്രോസ് സെല്ലിംഗ് മെത്തേഡ്. മൂന്നാമത്തത് റീആക്ടിവേറ്റ് യുവർ ഓൾഡ് കസ്റ്റമർ. പണ്ടെപ്പോഴോ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ പഴയ കസ്റ്റമറെ കണ്ടെത്തി അവരിലേക്ക് വീണ്ടും കൂടുതൽ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു മെത്തേഡ്. അതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് സെൽ മോർ ഇൻ യുവർ എക്സിസ്റ്റിംഗ് കസ്റ്റമർ. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് കസ്റ്റമറിലേക്ക് കൂടുതലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, നിങ്ങളുടെ സർവീസുകൾ, പ്രൊഡക്റ്റുകൾ കൂടുതലായി വിൽക്കാൻ ശ്രമിക്കുക. ഇതാണ് നാലാമത്തെ മെത്തേഡ്. ഈ 4 മെത്തേഡാണ് ഒരു സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റീറ്റെയിൽ ഷോപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ് ഏതുമായിക്കോട്ടെ, ആ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നു. ഇത് കൃത്യമായി ഉപയോഗിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ജനറേറ്റ് ആവുകയും ചെയ്യും. സെയിൽസ് വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ഈ മാർഗം. താങ്ക് യു.